യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 158ാമത്തെ സെഷനിലേക്ക് നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ സാറ്റർഡേസ് ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വളരെ സ്പെസിഫിക് ആയിട്ട് നാം ചിന്തിച്ച വിഷയമാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത. ഇന്ന് ആ വിഷയം തന്നെയാണ് തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി ചേർന്ന് ചിന്തിച്ച് ഈ വിഷയത്തിന് ഒരു തൽക്കാലം വിരാമം ഇടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ സ്പീഡിലും ടോപ്പ് ഗിയറിലും ആയിരിക്കും പോകുന്നത്. നിങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വളരെ ഉറപ്പോടെ ഇരിക്കണമെന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. ജലസ്നാനം, ആത്മസ്നാനം, ഈ 2 വിഷയങ്ങൾ നമുക്ക് ഇന്നത്തെ പഠനത്തിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു വിഷയം വരെയാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. എന്നാൽ ഇന്ന് ജലസ്നാനം, ആത്മസ്നാനം, ഈ 2 വിഷയങ്ങൾ കൂടെ ചിന്തിച്ച് ഈ ഒരു ടോപ്പിക്ക് താൽക്കാലികമായിട്ടൊന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ ജനറിക് ടോപ്പിക്കുകളായിട്ട് 1-2 വിഷയങ്ങളൂടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് കടക്കും, ദ ബുക്ക് ഓഫ് കൊരിന്ത്യൻസ്. അടുത്ത 2 ആഴ്ചകളിൽ കൂടി നമ്മൾ ജനറിക് ടോപ്പിക്കുകളായിരിക്കും സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ വിശ്വാസം, ഇന്ന് ഉലകത്തിന്റെ മേലിൽ നാം കാണുന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ, ക്രിസ്തീയ വിശ്വാസം, ഇന്ന് എന്തൊക്കെ ക്രിസ്ത്യാനിറ്റി സംബന്ധമായിട്ട് നിങ്ങൾ കാണുന്നു, അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ദൈവം സ്വർഗത്തിൽ വിഭാവനം ചെയ്തിരുന്ന ക്രിസ്തീയ സഭ എന്ന ആ ഒരു ദൈവിക പദ്ധതിയിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ആയി പോയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ക്രിസ്ത്യാനിറ്റിയും ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എത്രമാത്രം ആ ദൈവിക പദ്ധതിയെ ഇന്നത്തെ നാമമാത്രമായ ക്രിസ്തീയ സഭ അതിനെ മറച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത്. അതിൻ്റെ അടുത്ത ആഴ്ചയിൽ നിത്യത, എറ്റേണിറ്റി, അതായത് അനാദി നിർണയം മുതൽ ഭാവി നിത്യത വരെയുള്ള ദൈവിക പദ്ധതി എന്താണ്, 2-fold പർപ്പസ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ കൂടി വിഭാവനം ചെയ്തിരിക്കുന്ന നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ ചിന്തിക്കുന്നത്. ഈ 2 ജനറിക് ടോപ്പിക്കിലൂടെ ചിന്തിച്ചതിന് ശേഷം കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വാക്യപ്രതിവാക്യമായി കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ പല വിഷയങ്ങളും ഇതുപോലെ ജനറിക് ടോപ്പിക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ എപ്പിസോഡുകളായിട്ട് നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ നോർമലി വെനസ്ഡേസിൽ നമ്മൾ ഓരോ എപ്പിസോഡുകൾ റിലീസ് ചെയ്യാറുണ്ട്. ആ എപ്പിസോഡുകളിൽ കൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. പ്രധാനമായിട്ടും സ്നാനം എന്നൊരു വിഷയം നമ്മൾ 14 എപ്പിസോഡുകൾ ചെയ്ത് നിർത്തിയിരിക്കുക. എന്നാൽ ഒരു എപ്പിസോഡോട് മിനിമം അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഹീബ്രു എപ്പിസ്റ്റൽസിൽ പറഞ്ഞിരിക്കുന്ന, അതായത് എബ്രായ ലേഖനം, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം, യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനം, ഈ ലേഖനങ്ങളിൽ കൂടെ ഒക്കെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ആ സ്നാനം എന്നുള്ളതിനൊരു ക്ലാരിറ്റി വരേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ 14+1 15 എപ്പിസോഡുകൾ ചെയ്ത സ്നാനം, ജലസ്നാനം എന്നൊരു പദ്ധതി താൽക്കാലികമായിട്ട് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ആ ഓത്തന്റിസിറ്റി വാലിഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയം ഓപ്പൺ ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ ആ ഒരു വിഷയത്തിന് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അന്യഭാഷ എന്നൊരു വിഷയം നമ്മൾ 2 എപ്പിസോഡുകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു റീഫ്രഷർ ആവശ്യം ആയിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. പല പഠിപ്പിക്കലുകളും അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്യഭാഷ എന്നൊരു വിഷയത്തിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വരുത്തേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. ലോർഡ് സപ്പർ, തിരുമേശയുടെ ശുശ്രൂഷ ഏറ്റവും ആദരവോടുകൂടി നമ്മൾ നമ്മുടെ ആരാധനകളിലൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. പക്ഷേങ്കിൽ അതിനെക്കുറിച്ച് ചില പഠിപ്പിക്കലുകൾ വന്നിരിക്കുന്നത് ജനത്തിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ്, ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ ഒരു എപ്പിസോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഞാൻ ഐസിയ 53, യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി വെച്ചുവെങ്കിലും അതിനെ ഒന്ന് പൂർണ്ണമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിൽ നിന്നും കഴിയുമെങ്കിൽ 1-2 എപ്പിസോഡുകൾ കൂടെ ചെയ്ത് യെശയ്യാ പ്രവചനം 53-ൽ പറയുന്ന കർത്താവിൻ്റെ ആ കഷ്ടാനുഭവം, സഫറിങ് സെർവൻറ്റ്,
അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് അല്പം ഒന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് എപ്പിസോഡുകളായിട്ട് ചെയ്യുവാനായിട്ട് കഴിയും. ഒരു ഹോൾ ബൈബിൾ ക്ലാസ്, ഒരു 1.25 മണിക്കൂർ നിൽക്കുന്ന ഒരു ബൈബിൾ ക്ലാസിന്റെ ആവശ്യം ആ വിഷയങ്ങൾക്കില്ല. അതിനെയൊക്കെ നമുക്ക് എപ്പിസോഡുകളായിട്ട് മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ തുടർമാനമായിട്ട് ചിന്തിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലെ ആത്മീക അന്ധത, അല്ലെങ്കിൽ ആത്മീക അന്ധത ബാധിച്ച ക്രിസ്തീയ ലോകം എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിനോട് നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നതെന്നോ ചിന്തിക്കല്ല. എൻ്റെ ടാർഗറ്റ് ഒരു ഗ്രൂപ്പുമല്ല, എൻ്റെ ടാർഗറ്റ് ക്രിസ്തൻഡം ആസ് എ ഹോൾ ആണ്. ക്രിസ്തീയ വിശ്വാസം, ആ ഒരു ക്രിസ്തീയ സമൂഹത്തിനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതിലെല്ലാ വിശ്വാസികളും അടങ്ങും. അതിൽ പെന്തക്കോസ്റ്റും, ബ്രദറൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അഡ്വന്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പ്രെസ്ബിറ്റേറിയൻ, ലൂതറൻ, ഓർത്തഡോക്സ്, കാത്തലിക്, യു ജസ്റ്റ് നെയിം ഇറ്റ്. എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും അതിലടങ്ങും. ക്രിസ്തൻഡം ആസ് എ ഹോൾ, ക്രിസ്തീയ സമൂഹത്തിന് വന്നു പോയിരിക്കുന്ന, ദൈവവചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു വന്നു പോയിരിക്കുന്ന മൂല്യച്യുതി അല്ലെന്നുണ്ടെങ്കിൽ പരാജയം, അപജയം എന്താണ് എന്നുള്ള വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മളിത് തുടങ്ങി വെച്ചു. എനിക്ക് ലഭിച്ച അനേക കമന്റുകളുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തപ്പോൾ. കമന്റുകളിനേക്കാൾ റാദർ സജഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. 2 ഗ്രേസ് ബിലീവേഴ്സ്, നമ്മുടെ കൂടെ തന്നെ നിന്ന് ഗ്രേസ് ഗോസ്പൽ പ്രസിദ്ധമാക്കുവാനായിട്ട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന 2 ബ്രദേഴ്സ് എന്നോട് സജഷൻസ് ആയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളോടൊന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. അവർ പറഞ്ഞത്, ബ്രദർ, നമ്മൾ സ്നാനം എന്ന വിഷയമാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത്. യെസ്, അത് കറക്റ്റാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്നാനം എന്ന വിഷയമാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തെ ഇത്രമാത്രം പൊല്യൂട്ടഡ് ആക്കിയിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനി ക്രൂശിന്റെ മഹത്വം അറിയാതെ പോയിരിക്കുന്നതിന്റെ പ്രധാന കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഈ ജലസ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ആംഗിളിൽ കൂടിയും അതിന്റെ പർപ്പസ് എന്തായിരുന്നു, ആ ഒരു ശുശ്രൂഷയുമായിട്ടുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ നമ്മളെല്ലാവോളം നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ഈ ബ്രദർ പറഞ്ഞത് ശരിയാണ്, നമ്മൾ സ്നാനത്തെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്ക് ആ വിഷയം ഒന്ന് കണ്ണടച്ച് വിട്ടുകൂടെ. അതായത് ഈ സ്നാനം ഇല്ല, അല്ലെങ്കിൽ ജലസ്നാനം ശരിയല്ല, ഇന്നത്തെ രക്ഷയ്ക്ക് അത് ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഈ എപ്പിസോഡ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. പല വീടുകളിലും കാണുമ്പോൾ ഒരാൾ കാണുന്നു, മറ്റുള്ളവർ കാണാതെ പോകുന്നു. എന്നാൽ ഒത്തിരി പേരെ ഇത് കാണിക്കുവാനും ഈ ഒരു സത്യം ലോകത്തിലേക്ക് എത്തിക്കുവാനും കഴിയുമല്ലോ. ഒരു യഥാസ്ഥിക ക്രിസ്ത്യാനി ഇത് കാണാതെ പോകുവാൻ ഇടയാകുന്നു നമ്മൾ ഈ സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ട്. അതുകൊണ്ട് അതൊന്ന് കണ്ണടച്ച് വിട്ടുകൂടെ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ബ്രദർ ചോദിച്ചത്, ഈ സ്നാനം എന്ന ഉപദേശം നമുക്കില്ല എന്നുള്ളത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു, മനസ്സിലായി. ബട്ട് കാണ്ട് വി കീപ് ഇറ്റ് ആസ് ആൻ ഓപ്ഷൻ? നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് അതിനെ വെച്ചുകൂടെ? വേണ്ടുന്നവരെടുത്തോട്ട്, നമ്മളത് പഠിപ്പിക്കുന്നില്ല, നമുക്കത് ഉപദേശമായിട്ട് പഠിപ്പിക്കണ്ട. ചെയ്യേണ്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോട്ട്, നമ്മൾ അതിനെ തടയിടണ്ട എന്നൊരു സജഷൻ. ഞാൻ ഈ 2 നിർദ്ദേശങ്ങൾക്കും മറുപടി കൊടുത്ത് അവർ 2 പേരും ഹാപ്പിയായി. എന്നാൽ ഞാൻ അത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് അതിലൂടെ വരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജലസ്നാനവും ആത്മസ്നാനവുമാണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണെങ്കിലും അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുക. അതായത് ഇവരോട് 2 പേരോടും, അവർ 2 പേരും സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ വിഷയം സജസ്റ്റ് ചെയ്തത്. കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സത്യം എത്തിക്കാൻ അതൊരു മുഖാന്തരമാകട്ടെ. ബൈ ചാൻസ് സ്നാനം എന്ന വിഷയം നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്, അതൊരു തടയായി നിൽക്കുന്നുവെങ്കിൽ ആ തടയൊന്നും മാറ്റി കൊടുക്കാം, ജനം കേൾക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ പറഞ്ഞത്. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, ബ്രദർ, നമ്മള് ജനത്തെ റിക്രൂട്ട് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല ഇവിടെ നടത്തുന്നത്. ആരെയൊക്കെ കൊണ്ടുപോകണം, എത്ര പേര് പോകണം എന്നൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല. അതെല്ലാം ദൈവിക പദ്ധതിയാണ്. ദൈവം ആരെ കണ്ടിട്ടുണ്ടോ, ദൈവം ആരുടെ ഹൃദയത്തിൽ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു, ആരുടെ ഹൃദയം തുറക്കുന്നുവോ അവർക്കത് മനസ്സിലാകും. അവര് ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരും. ഇവിടെ നമുക്ക് യാതൊരു റോളുമില്ല. ഈ റോൾ മുഴുവനും കർത്താവിന്റെ ക്രൂശിനാണ്. മഹത്വം മുഴുവനും പോകുന്നത് കർത്താവിന്റെ ക്രൂശിനാണ്. അതുകൊണ്ട്
ഇത്ര ആളെ കൂട്ടണം, ഇത്ര പേര് കേൾക്കണം, മിനിമം ഇത്ര പേരെങ്കിലും കേൾപ്പിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. നമ്മള് ഇവിടെ ആളെ കൂട്ടുന്ന ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര പേരെ കൊണ്ടുവന്നേക്കാവുന്ന ഒരു ഏജൻസിയോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതി പൂർണ്ണമായി ബോധ്യമായി അത് ഉൾക്കൊള്ളുവാൻ മനസ്സുകൊണ്ട് താല്പര്യവും ദൈവസ്നേഹമുള്ളവർ മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എണ്ണം കൂട്ടാനായിട്ട് ആൾക്കാരെ എല്ലാം ഇരുന്ന് കേൾപ്പിച്ചിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വട്ടം കൂട്ടി നിർത്തുന്ന ഒരു പദ്ധതി അല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര പേര് കേട്ടിരിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളിത് ലോകത്തോട് പ്രസംഗിക്കുക, ദൈവസ്നേഹമുള്ളവരും സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നവരും മാത്രം കേട്ടാൽ മതി. നമുക്കൊരു നിർബന്ധവുമില്ല ഈ വിഷയത്തിൽ. എന്താ പറയുന്നത്, ഞാനൊരു വലിയ ആൾക്കൂട്ടത്തെ ഒരിക്കലും ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രതീക്ഷിക്കുന്നേയില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന മാരാമൺ കൺവെൻഷനൊക്കെ മാതിരിയുള്ള ഒരു വലിയ മീറ്റിംഗ് കൺവെൻഷൻ, അവരോട് സുവിശേഷം പറയാ, ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സത്യ ഉപദേശം പറയുന്നിടത്ത് ലോകം അതിന് ജനത്തെ അനുവദിക്കത്തില്ല. നോഹ 100 വർഷത്തിലേറെ പ്രസംഗിച്ചിട്ടും 6-8 പേരാ പെട്ടകത്തിൽ കയറാനുണ്ടായിരുന്നത്. കർത്താവ് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ക്രിസ്തു ഉലകത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് സത്യം പ്രസംഗിച്ച് ഈ ലോകത്തിൽ നിന്ന് 100 ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന 10,000-കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിക്കാൻ കഴിയത്തില്ല. ടെക്നിക്കലി കഴിയത്തില്ല, സ്പിരിച്വലിയും കഴിയത്തില്ല. കാര്യം ഈ ലോകത്തിന്റെ ദൈവം അതിനെതിരായിട്ട് ആരെയും തലയും മുറുക്കി നിൽക്കുക. ദൈവം കണ്ടിട്ടുള്ളവരും ഈ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ കഴിയുന്നവരും അതിനെ തരണം ചെയ്ത് വരുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചേർത്താലും ശരി, ചേർത്തില്ലെങ്കിലും ശരി, സ്നാനം പ്രസംഗിച്ചാലും ശരി, പ്രസംഗിച്ചില്ലെങ്കിലും ശരി, ദൈവം കണ്ടിട്ടുള്ള ദൈവസ്നേഹമുള്ള വളരെ ചുരുക്കം പേരുണ്ട്, അവർ രക്ഷിക്കപ്പെടും. അതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രൈമറി ഗോസ്പൽ, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുക, ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ വചനം. ഇതിനെയാണ് ഗ്രേസ് ഗോസ്പൽ എന്നും പറയുന്നത്. ക്രൂശിൽ കൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി പ്രസിദ്ധമാക്കുക. ഇതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ക്രൂശിനെ മറച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം കവർന്നിരിക്കുന്ന ഒരു വലിയ തന്ത്രം അല്ലെങ്കിൽ ഒരു വലിയ ഉപാധിയാണ് ഇന്ന് ജലസ്നാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇന്ന് കർത്താവിന്റെ കാൽവറിയിൽ കൂടെ തുറന്ന ആ രക്ഷാ പദ്ധതിയെ മനസ്സിലാക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ഇവിടെ തുറന്നിരിക്കുമ്പോൾ അതിനെ മറച്ചിരിക്കുന്ന ഒരു വലിയ തന്ത്രം അല്ലെങ്കിൽ ഒരു വലിയ ഉപാധിയാണ് ജലസ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷ. അത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഈ ജലസ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അനേക കോടി ജനങ്ങൾ ക്രൂശ് എന്താണെന്ന് അറിഞ്ഞേനെ, അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞേനെ. നമ്മെ വീണ്ടെടുത്തത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ പ്രായശ്ചിത്ത യാഗത്തിൽ കൂടിയാണ് എന്നുള്ളത് കോടിക്കണക്കിന് ജനങ്ങൾ മനസ്സിലാക്കിയേനെ. ഇന്ന് ആ ക്രൂശിനെ സമർത്ഥമായി മറച്ചിരിക്കുന്ന ഒരു സാധാന്യ ഉപാധിയാണ് ജലസ്നാനം എന്ന് പറയുന്നത് എന്ന് പറയുവാൻ എനിക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജലസ്നാനം ത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ക്ലാരിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ജനത്തിനൊരു വ്യക്തത വരുത്തി കൊടുക്കേണ്ടത് ആവശ്യമുള്ളത്. ഇത്ര വലിയൊരു സംഗതിയാണ് നമ്മൾ സൈലന്റ് ആക്കി വെക്കണമെന്നും പോളിഷ് ചെയ്ത് സംസാരിക്കണമെന്നൊക്കെ പറയുന്നത്. അതായത് കർത്താവ് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിച്ച നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് കർത്താവ് കാൽവറിയിൽ ഒരു പ്രായശ്ചിത്ത യാഗമായി അവസാനത്തെ തുള്ളി രക്തം വരെ ആ മരക്കുരിശിൽ കൂടി ഒഴുകി ഇറങ്ങിയിരിക്കുക. അതിലെ വിശ്വാസത്താൽ ഉലകത്തിലെ ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ഇവിടെ വിഭാവനം ചെയ്തിരിക്കുമ്പോൾ, അതിന് മുൻപ് ദൈവം കൊടുത്തിരുന്ന ഇന്ന് വാലിഡ് അല്ലാത്ത ഒരു പദ്ധതി എടുത്തിട്ട് ആ ക്രൂശിനെ മറച്ചിരിക്കുക. അങ്ങനെ ഒരു അന്യായം ഇവിടെ നടന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ സൈലന്റ് ആക്കി വിടുക, അല്ലെങ്കിൽ അതിനെ ഓപ്ഷണൽ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഡെഡ്ലി ക്രൈമാണ്. അതൊരു ഡെഡ്ലി ക്രൈമാണ്. ഈ തലമുറയോടും വളർന്നു വരുന്ന തലമുറയോടും ചെയ്യുന്ന പാപമാണ്, ആത്മീക ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്.
ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തതിന് ശേഷം അതിലേക്ക് 2 തുള്ളി വിഷം ഒഴിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ്. അതിനെ നമ്മൾ സൈലന്റ് ആക്കി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകരും മരിച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുക. ഞാൻ അതിനെ അത്രയും കട്ടിയായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രമാത്രം ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിനെ തടഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമായി ജലസ്നാനം. ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനെ സൈലന്റ് ആക്കി വെച്ചു കഴിഞ്ഞാൽ അത് സൈലന്റ് ആയിട്ട് ഇതിൽ കയറും. അത് സൈലന്റ് ആയിട്ട് ഇതിനെ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യും. ഇന്ന് അത് അടക്കി വാണുകൊണ്ടിരിക്കുക. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരിടത്ത് പോലുമില്ല ഈ ജലസ്നാനം ഇല്ലാത്തത്. എല്ലാത്തിനെയും ഇന്ന് ക്രൂശിന്റെ മഹത്വം 90% അത് കവർന്നിരിക്കുകയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനെ സൈലന്റ് ആക്കി വിടുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ബ്രിട്ടീഷ് ഓയിൽ കമ്പനിയിലാണ്, ഒരു പെട്രോളിയം കമ്പനിയിലാണ്. അവിടെ ആ ഒരു പെട്രോളിയം പ്രോസസ്സിനിടയിൽ നമുക്ക് പല തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്, പല കെമിക്കൽ കോമ്പണൻസ് ഉണ്ട്. സ്പെസിഫിക്കലി ആഴ്സനിക് കോമ്പണന്റുകൾ, ലെഡ്, മെർക്കുറി, ഇങ്ങനെയൊക്കെ പറയുന്ന പോയിസണസ് കോമ്പണൻസ് ഉണ്ട്. അത് ഈ ഹൈഡ്രോ കാർബണിനകത്തിലുള്ളതാണ്. അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കാർസിനോജനിക് ആണ്. അത് അവസാനം ക്യാൻസറിൽ എത്തിച്ചേരും. വളരെ PPM ലെവൽ, അതായത് പാർട്സ് പെർ മില്യൺ ലെവലിൽ അതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബ്ലഡിലൊക്കെ കലർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അറിയത്തില്ല. ബട്ട് ഇവൻച്വലി ഇറ്റ് വിൽ കിൽ യു. നമ്മളെ കൊണ്ടേ അത് പോകത്തുള്ളൂ. അത് ക്യാൻസറിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല, സൈലന്റ് ആയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് അത് ഉള്ളിൽ കടക്കും. ഇന്ന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ ക്രൂശിന്റെ മഹത്വം മുഴുവനും കവർന്നിരിക്കുന്നത് അതാണ്. ഇവിടെ ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേന് സ്നാനപ്പെട്ടവർ ഭയപ്പെടണ്ട, പേടിക്കണ്ട, അയ്യോ ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ, എനിക്കതെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ചിന്തിക്കണ്ട. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, എൻ്റെ 21ാമത്തെ വയസ്സ് വരെ ജനിച്ച് വളർന്നത് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ്. ശിശു സ്നാനം സ്വീകരിച്ച ആളാണ്. എന്നാൽ 21ാമത്തെ വയസ്സിൽ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരികയും പെന്തക്കോസ്റ്റലെ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ എന്നിരുന്നാലും ബൈബിൾ കൂടുതലായിട്ട് പഠിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സമർപ്പണത്തോടെ ധ്യാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ആത്മീക സത്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് അറിയായ്മയുടെ കാലത്ത് പലതും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സ്നാനം മാത്രമല്ല, ഒത്തിരിയും തെറ്റുകളും ഒത്തിരിയും പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരിക്കൽ നാം ദൈവവിശ്വാസത്തിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കാൽവറി ക്രൂശിലൂടെയുള്ള ആ രക്ഷയിലേക്ക്, റൈറ്റ് ഡിവിഷൻ, ഗോസ്പൽ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ്, ആ ഒരു കർത്താവിന്റെ കാൽവറി ക്രൂശിലേക്ക്, ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി, ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ ഹിമം പോലെ വെളുപ്പിക്കുക. ഇതിനു മുൻപ് നാം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അന്ന് ഒരു അന്ന് അതോടുകൂടി നമ്മളെ ക്ലെൻസ് ചെയ്യുക, നാം പാപത്തിൽ നിന്ന് മോചിതരാകുക. ഇതിനു മുമ്പ് ചെയ്ത ഒരു കാര്യങ്ങളും നിങ്ങളെ തേടി പിന്നെ പുറകെ വരത്തില്ല. അതെല്ലാം അത് എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആയി പോവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടതാണ്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ആരും ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലായതിനു ശേഷം, ഇത് അറിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ സ്നാനത്തെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രൂശിനെ കുറച്ച് കാണിക്കുന്നതിൽ കൂട്ടുനിന്നവര് എന്ന കുറ്റം നിങ്ങളുടെ മേൽ ചുമത്തപ്പെടും. ഞാനൊന്നുകൂടെ പറയാം. കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം, അതിലൂടെ മാത്രം അത് വെളിപ്പെട്ടതിന് ശേഷം, ആ കാൽവറി യാഗം വെളിപ്പെട്ടതിന് ശേഷം പിന്നെയും നമ്മൾ രക്ഷയ്ക്കായിട്ട് ബാപ്റ്റിസം അല്ലെന്നുണ്ടെങ്കിൽ ജലസ്നാനത്തേക്ക് ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ക്രൂശിനെ കുറച്ച് കാണിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നത്? അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് പിറന്ന് നമ്മുടെ പാവങ്ങളെ തൻ്റെ തോളിലേറ്റി കാൽവറിയിൽ ഒരു പരമയാഗമായിരിക്കുക. ആ യാഗത്തിന്റെ മേലെ പിന്നെ വേറൊന്നുമില്ല. അതിലൂടെ നമ്മൾ ഉലകത്തെ വീണ്ടെടുത്തിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. അതിനെ കുറച്ച് കാണിക്കാൻ കൂട്ടുനിന്നവരെന്ന കുറ്റത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടതായിട്ട് വരും, നിങ്ങൾ ജലസ്നാനത്തെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് കൃപായുഗമാണ്. കർത്താവിന്റെ കരുണയാൽ ജനം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയും ആ ഒരു സ്വർഗീയ കാലഘട്ടമാണ്. ഇവിടെ ജലസ്നാനത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇത് നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിലോ, നിങ്ങളുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലോ, നിങ്ങളുടെ നിത്യതയോടുള്ള ബന്ധത്തിലോ ഒരു വിധത്തിലും ജലസ്നാനത്തിന് ഒരു സ്ഥാനവുമില്ല, ഒരു റോളുമില്ല എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ സത്യമാണ്. ഇനി നിങ്ങൾ ആ സ്നാനത്തിൽ കുറെ കൂടെ ക്ലിങ് ഓൺ ചെയ്ത് അതോട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രൂശിൽ നിന്ന് അകറ്റുന്ന ഒരു ഒരു ഉപദേശമാണത്. ദ മോർ യു ആർ അറ്റാച്ച്ഡ് വിത്ത് ദ ബാപ്റ്റിസം,
നിങ്ങളെ അത്രമാത്രം ആ ഒരു ദൈവിക പദ്ധതിയിൽ നിന്ന്, ക്രൂശിൽ നിന്ന് അത് അകറ്റുവാനായിട്ടിടയായിത്തീരും. വാട്ടർ ബാപ്റ്റിസം ഹാസ് സീറോ റോൾ ഫോർ യുവർ സാൽവേഷൻ ഇൻ ദിസ് ഏജ് ഓഫ് ഗ്രേസ്. ഈ കൃപായുഗത്തിൽ നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ജലസ്നാനത്തിന് സീറോ റോളാണ്. സീറോ റോൾ. ഒരു പ്രത്യേകതയുമില്ല ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ജലസ്നാനത്തിന്. ഇത് സത്യമാണ്, ഇത് ദൈവശ്വാസീയമായ വചനമാണ്, ഇത് ദൈവിക നീതിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അല്പം കൂടി ഓപ്പൺ ആക്കി ഈ വിഷയത്തെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജലസ്നാനം ഓൾഡ് ടെസ്റ്റ്മെന്റ് മുതൽ ദൈവം കൊടുത്ത കൽപ്പന തന്നെയാണ്. ബൈബിളിൽ പഴയ നിയമം മുതലേ പറയുന്ന ഒരു അനുഷ്ഠാനം, ഒരു ആചാരമാണ് ഈ ബാപ്റ്റിസം അല്ലെങ്കിൽ ജലസ്നാനം എന്ന് പറയുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിറയെ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. പലയിടങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ സ്നാനമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ പറയുന്നത് കഴുകലെന്നും മുഴുകലെന്നും തളിക്കലെന്നും മുക്കലെന്നും ഒക്കെ പറഞ്ഞ് പല രീതികളിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യഹൂദിയ ശുദ്ധീകരണ ആചാരമായിരുന്നു. എന്താ പറയുന്നത്, ഒരു ജൂയിഷ് റിച്വൽ ഫോർ ക്ലെൻസിങ്, ഒരു റിച്വൽ പ്യൂരിറ്റി. അതിനു വേണ്ടിയിട്ട് പ്യൂരിഫിക്കേഷൻ റൈറ്റ്സ്, അതിനു വേണ്ടിയിട്ട് യഹൂദന് കൊടുത്തിരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായിരുന്നു ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം. അതിനെ കഴുകലെന്നും മുഴുകലെന്നും തളിക്കലെന്നും ഒക്കെയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനേക സ്ഥലങ്ങളിൽ നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. നമ്മൾ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ പഴയ നിയമത്തിലെ സ്നാനം എന്നൊരു വിഷയമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ റെഫറൻസ് സഹിതം അനേകയിടത്ത് ഞാൻ ഇതിന്റെ റെഫറൻസുകൾ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണാവുന്നതാണ്. ഇതൊരു യഹൂദിയ ശുദ്ധീകരണ ആചാരമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മിക്വേ എന്ന് പറയുന്ന സ്നാനക്കുളം. എന്നാൽ ആക്ച്വലി അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നത് നാച്ചുറൽ വാട്ടർ ബോഡിയാണ്. അതായത് പ്രകൃതി ദത്തമായിട്ട് തന്നെ പ്രകൃതിയാൽ ലഭിക്കുന്ന ജലാശയങ്ങളിലാണ് ഈ കഴുകലും മുഴുകലും തളിക്കലും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ യെരുശലേമിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിന്റെ ഭൂപ്രകൃതിയോടുള്ള ബന്ധത്തിൽ പലയിടത്തും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുളങ്ങൾ, അതായത് ഈ സ്നാനങ്ങൾ, ഈ കഴുകലും മുഴുകലും ഒക്കെ ചെയ്യാനുള്ള കുളങ്ങൾ, അതിനെ മിക്വേ എന്നാ പറയുന്നത്. മിക്വേ, MIKVEH, മിക്വേ എന്ന് പറയുന്ന കുളങ്ങൾ, അനേക കുളങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ആദ്യത്തെ സ്നാനത്തിന്റെ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസും ഫോട്ടോസ് സഹിതം ഞാൻ ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇതിനെ കൊടുത്തിരുന്നത് റീസ്റ്റോറേഷൻ, അതായത് ഒരു മനുഷ്യന് മാനസാന്തരം ഉണ്ടായിട്ട് യഥാസ്ഥാനപ്പെടുന്ന, മടങ്ങി വരുന്ന അന്യദൈവാരാധനയിൽ നിന്നും അന്യകാര്യങ്ങളിൽ നിന്നൊക്കെ ആ ഒരു മാനസാന്തരം ഉണ്ടായിട്ട് മടങ്ങി വരുന്നതിനെ കുറിച്ചാണ്. പ്യൂരിറ്റി റിസ്റ്റോർ ചെയ്യുമ്പോൾ ആ ഒരു ക്ലെൻസിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരുന്നു. കൺവേർഷൻ, അതുപോലെ തന്നെ മതാനുസാരികളായിട്ട് യഹൂദീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മതാനുസാരികൾ, അവർക്ക് ഈ സ്നാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. സർക്കംസിഷൻ, പരിച്ഛേദന ചെയ്യുമ്പോൾ ഈ സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. ഡിസൈപ്പിൾഷിപ്പ്, അതായത് ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ ഈ സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. ശബാത്ത്, അതായത് ശബത്തും അവിടുത്തെ ആലയത്തിലെ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ അവരെ ഇങ്ങനെ കഴുകുകയും മുഴുകുകയും തളിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മരിച്ച ആൾക്കാർ, അതായത് ഡെഡ് ബോഡി, ശവം തൊടുവാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകുക. സ്കിൻ ഡിസീസ്, ഏതെങ്കിലും സ്കിൻ കുഷ്ഠമോ വ്രണമോ ഒക്കെ ഉള്ളവരെയൊക്കെ തൊടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ചൈൽഡ് ബർത്ത്, പ്രസവാനന്തരം ഇതുപോലൊരു ശുശ്രൂഷ. അതുപോലെ തന്നെ മെൻസ്ട്രുവേഷൻ, സിസ്റ്റേഴ്സിന് പീരീഡ്സിന്റെ ശേഷമുള്ള ആ ഒരു ക്ലെൻസിങ്, ഇതിനെല്ലാമായിട്ട് ഈ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന ആചാരങ്ങളുടെ ഭാഗമാണ് പഴയ നിയമത്തിൽ കാണുന്ന ആ ജലസ്നാനം, അല്ലെന്നുണ്ടെങ്കിൽ ആ കഴുകലും മുഴുകലും ഒക്കെ. നിങ്ങൾക്ക് ലേവ്യ പുസ്തകം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു യഹൂദിയ ശുചീകരണ ആചാരമായിരുന്നു, പഴയ നിയമത്തിൽ ദൈവം തന്നെ കൽപ്പിച്ചു കൊടുത്തിരുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ സ്നാനത്തിന് അല്ലെങ്കിൽ ഈ കഴുകലിനോ മുഴുകലിനോ പാപം മോചിക്കാനായി കൊടുത്തിരുന്നതല്ല. പാപമോചനത്തിനോടുള്ള ബന്ധത്തിൽ ഇതിന് യാതൊരു പ്രത്യേകതയുമില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ക്ലിയർലി എ ക്ലെൻസിങ് റിച്വൽ ആയിരുന്നു. പ്യൂരിറ്റി റിസ്റ്റോർ ചെയ്യുന്ന എന്താ പറയുന്നത്, ഒരു ക്ലെൻസിങ് റിച്വൽ ആയിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അന്ന് പാപം മോചിച്ചിരുന്നത് വാട്ടർ ബാപ്റ്റിസത്തിലല്ല. അന്ന് പാപമോചനത്തിനായി കൊടുത്തിരുന്നത് യാഗ ബലിയാണ്. അതായത് മൃഗങ്ങളെ യാഗം കഴിക്കണം. ഒരു മനുഷ്യന്റെ പാപം, അവന്റെ പാപം ആ മൃഗത്തിന്റെ മേൽ അല്ലെങ്കിൽ ആടിനെയോ
കാളക്കിടാവിനെയോ അതിന്റെ മേൽ അവന്റെ പാപം മുഴുവൻ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം അതിനെ യാഗം കഴിക്കുക. അങ്ങനെ ഒരു മൃഗത്തിന്റെ യാഗത്തിലാണ് അവന്റെ പാപം മോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒത്തിരി നേരമായിട്ട് സംസാരിക്കുന്നു. ഒരു വാക്യം ഒന്ന് കാണിക്കാം അതിനോടുള്ള ബന്ധത്തിൽ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം കണ്ടില്ലേ? അത് മാത്രം ഞാൻ ഒന്ന് വായിക്കാം. അതിന് മേലെയൊക്കെ നിറയെ വായിച്ചു വരുമ്പോഴേ കാണത്തുള്ളൂ അതിന്റെ ഒരു ഹോൾ വിഷയം എന്താണെന്നുള്ളത്. എന്നാൽ ഞാൻ ആ വാക്യം മാത്രം സ്പെസിഫിക് ആയിട്ടൊന്ന് വായിക്കാം. പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം, അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവരോട് ക്ഷമിക്കും. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. ഇതൊരു പ്രായച്ചിത്ത യാഗമാണ്. ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ പാപത്തിന്റെ ബഹുത്വത്തിനനുസരിച്ച് നമ്മുടെ പാപമെല്ലാം അതിന്റെ മേൽ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അതിനെ യാഗം കഴിക്കുക, അതിനെ കൊല്ലുക, അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ഒഴിക്കുക. അങ്ങനെ ആ പാപം ക്ഷമിക്കാൻ അവസാനം എഴുതിയിരിക്കുന്നുണ്ടോ? എന്നാൽ അത് അവരോട് ക്ഷമിക്കും. നിറയെ ഇടങ്ങളിൽ നമുക്ക് കാണാം. ഒരു വാക്യം കൂടെ കാണിക്കാം ഇതിനോടുള്ള ബന്ധത്തിൽ. താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ 26-ാമത്തെ വാക്യം കണ്ടോ? അവിടെ പറയാണ്, അതിന്റെ മേധസ്സൊക്കെയും അവൻ സമാധാന യാഗത്തിന്റെ മേധസ് പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. കണ്ടോ? ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. ഇതൊരു യാഗമാണ്, പ്രായച്ചിത്ത യാഗമാണ്. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. നിങ്ങൾ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 31-ാമത്തെ വാക്യം നോക്കിക്കാട്ട്, 35-ാമത്തെ വാക്യം നോക്കിക്കാട്ട്, എല്ലാത്തിലും ഇതിന്റെ പല വേർഷൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് അന്ന് പാപം മോചിച്ചിരുന്നത് മൃഗങ്ങളുടെ യാഗത്തിലാണ്. അന്ന് ജലസ്നാനവും പാപമോചനവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. ജലസ്നാനം യഹൂദന് ഒരു ക്ലെൻസിങ് പ്യൂരിറ്റി റിച്വലിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്ന ഒരു ആചാരമായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ കർത്താവിന്റെ കാൽവറി യാഗം നടക്കുകയാണ്. മനസ്സിൽ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുക. ഈ യാഗത്തിന് ശേഷം പിന്നീട് ഒരു യാഗം നടത്തേണ്ടെന്ന് ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പിന്നീട് ഒരു കാളയോ ഒരു ആട്ടുകൊറ്റനെയോ യാഗം കഴിക്കുക എന്ന് പറയുന്നത് ദൈവിക നീതിയല്ല. എന്നേക്കുമായിട്ട് കർത്താവ് ഒരിക്കലായിട്ട് യാഗമായിരിക്കുക. നമ്മൾ എബ്രായ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം, എബ്രായർ 9 അതിന്റെ 11-12 വാക്യങ്ങൾ കണ്ടില്ലയോ? എബ്രായ ലേഖനം 11-12 വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി തികവുമേറിയ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്ന് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതായത് കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കൂടി ആട്ടുകൊറ്റനെയും കാളക്കിടാങ്ങളുടെയും ഒക്കെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ വിശുദ്ധ സ്ഥലത്ത് കയറിപ്പോയി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ യാഗത്തിൽ കൂടെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുന്നതായിട്ടുള്ള പദ്ധതി ഇവിടെ തീരുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ കാൽവറി യാഗം, അതിലെ ആ രക്തവുമായിട്ട് ഒരു കൂടാരത്തിൽ കൂടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്വന്തമായിട്ട് കയറി ചെല്ലുക. പശുക്കിടാങ്ങളുടെ രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. ഇത് കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കൂടി നിറവേറിയിരിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാളയെ യാഗം കഴിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ദൈവിക നീതിയല്ല. കാര്യം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന ആ ദൈവിക പദ്ധതി ഉലകത്തിൽ നിറവേറിയിരിക്കുക. അതിനുശേഷം പിന്നെ ഒരു മനുഷ്യന്റെയും പാപത്തിന് വേണ്ടി ഒരു കാളയോ ആട്ടുകൊറ്റനെയോ ഒക്കെ യാഗം കഴിച്ചാൽ കർത്താവിന്റെ ഈ യാഗം വ്യർത്ഥമായി പോവുക, അർത്ഥമില്ലാതെ പോവുക. അതുകൊണ്ട് തന്നെ പിന്നെ ദൈവം അവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു കാളയെ യാഗം കഴിക്കാനോ ആട്ടുകൊറ്റനെ യാഗം കഴിക്കാനോ പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് അത് പറയാൻ കഴിയത്തില്ല. കാര്യം അത് ദൈവിക നീതിയല്ല. കർത്താവിൻ്റെ കാൽവറി യാഗത്തിന് ശേഷം ഒരു യാഗത്തിൻ്റെയും ആക്ച്വലി ആവശ്യമില്ല. യാഗം അവിടെ നിന്നുപോയി. അതിനുശേഷം പിന്നെ ഒരു യാഗവും കഴിക്കേണ്ടെന്ന് ആവശ്യമില്ല. യാഗം കഴിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ യാഗത്തിന് നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. യാഗം നിന്നു പോയത് കൊണ്ട് തന്നെ പൗരോഹിത്യം നിന്നുപോയി. കാര്യം ഈ പുരോഹിതനെ കൽപ്പിച്ചാക്കിയിരുന്നത് ഈ യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാത്തിൻ്റെ റെഫറൻസ് എടുക്കുന്നില്ല, കൃത്യമായിട്ട് എഴുതിയിരിക്കുക.
പൗരോഹിത്യ ശുശ്രൂഷ ഈ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് കൽപ്പിച്ചാക്കിയതാ. യാഗം നിന്നു പോയതോടുകൂടി പൗരോഹിത്യം നിന്നുപോയി. മഹാപുരോഹിതൻ കർത്താവിനെ ക്രൂശിക്കുന്ന ദിവസം തന്നെ തന്റെ വസ്ത്രം വലിച്ചു കീറുക, അതിൽ കൂടി ആ പൗരോഹിത്യ ശുശ്രൂഷ കീറി മാറുക. പൗരോഹിതൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആലയത്തിന്റെയും പ്രസക്തിയില്ല. അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിലൊരു വ്യത്യാസമില്ല. അതിന്റെ നടുവിലുള്ള തിരശീല കീറി മാറുക കർത്താവ് കാൽവറിയിൽ യാഗമാകുമ്പോൾ. ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്തിൽ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രം വിറച്ചുകൊണ്ട് കയറി ചെന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. ജനങ്ങളുടെ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനായിട്ട്, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്തവുമായിട്ട് കയറി ചെല്ലും. അവിടെ ദൈവിക സാന്നിധ്യം പ്രത്യക്ഷമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറി ഇന്ന് 1-2 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു ദൈവിക കാലഘട്ടത്തിലേക്ക് കാര്യം വഴിമാറിയിരിക്കുക, കാലം വഴിമാറിയിരിക്കുക. ഇവിടെ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ട് അതിനിടയിൽ ഉണ്ടായിരുന്ന കർട്ടൻ ദൈവം മേലെ മുതൽ താഴെ വരെ കീറി മാറ്റിയിരിക്കുക. ഇവിടെ യാഗവും നിന്നുപോയി, പൗരോഹിത്യവും നിന്നുപോയി, ആലയത്തിന്റെ പ്രസക്തിയും നിന്നുപോയി. വേറൊരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. ഇത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം അഖിലാണ്ടം സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ തീരുമാനിച്ച ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണം ഇവിടെ നടന്നിരിക്കുക. ഇവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്നുവെങ്കിലും ആ ക്രൂശിലൂടെ നടന്ന ആ യാഗത്തിന്റെ മഹത്വം ലോകത്തിന് ദൈവം മറച്ചു വെച്ചിരുന്നു. മനസ്സിലായോ? ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ലോകത്തിനെ വീണ്ടെടുക്കുന്ന ഒരു വലിയ സ്വർഗീയ പദ്ധതി നിറവേറുകയാണെങ്കിലും ആ ഒരു പദ്ധതി ദൈവം മറച്ചു വെച്ചിരുന്നു, ലോകത്തിന് വെളിപ്പെടുത്തിയില്ല. ലോകത്തിന് വെളിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ക്രൂശിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ച് കർത്താവ് കാൽവറിയിൽ ആ പരമയാഗമായി തീരുമ്പോൾ, ജീവനെ പിതാവിന്റെ കയ്യിലേക്ക് പരമേൽപ്പിക്കുമ്പോൾ എന്താണ് ആക്ച്വലി ആ ക്രൂശിൽ നടക്കുന്നതെന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും ഉലകത്തിൽ അന്ന് ജീവനോടില്ല. 12 അപ്പോസ്തലന്മാർക്ക് അതിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. പത്രോസ് അപ്പോസ്തലന് അതിന്റെ തലേ ദിവസം കൂടെ ചോദിച്ചിട്ടും അറിയത്തില്ല. തലേ ദിവസം കർത്താവ് പറയണം, നമ്മൾ യെരുശലേമിലേക്ക് പോകും, നമ്മളെ അവിടെ പിടിക്കും, എന്നെ അടിക്കും, തുപ്പും, കൊല്ലും എന്നൊക്കെ പറയുമ്പോഴും കർത്താവേ ഗുരു നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്നാ പറയുന്നത്. കാര്യം പത്രോസ് അപ്പോസ്തലന് ഒരു ക്ലൂ ഇല്ല ആ സമയത്ത് ഈ വിഷയം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. അന്ന് ഗദ്സമനയിൽ അവര് ഒന്നിച്ചായിരിക്കുമ്പോൾ കൂടെ ഇവര് കർത്താവ് ശരീരത്തൂടെ രക്തധമനികൾ പൊട്ടി രക്തം ഒഴുകുന്ന രീതിയിൽ ആ വിഷയത്തിന് വേണ്ടിയിട്ട് പിതാവുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ആ ഗദ്സമനയിൽ കാണുന്നത്. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് പറയുന്ന ഒരു രംഗമാണ്. അവിടെ ഇവർ 3 പേരും കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കം. ഇവർക്ക് അതിന്റെ മഹത്വം എന്താണെന്നോ കാൽവറിയിൽ കൂടെ എന്ത് നടക്കാൻ പോകുന്നെന്നോ അതിൽ എന്താണ് ആക്ച്വലി നടന്നതെന്നോ ഉള്ളതിനെ കുറിച്ച് അറിയത്തില്ല. 3 വർഷം കർത്താവ് അവരോട് കൂടെ നടന്നിട്ട് അവരെ ക്രൂശ് പഠിപ്പിച്ചിട്ടില്ല, കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. ഈ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഇവരാരും ക്രൂശിനെ കുറിച്ചും ക്രൂശിന്റെ വചനം എന്താണെന്നും ക്രൂശിലൂടെ തുറക്കാൻ പോകുന്ന രക്ഷാ പദ്ധതി എന്താണെന്നും ഈ കർത്താവ് അവരോട് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ തന്നെ ആ കുറേനക്കാരനായ ശീമോൻ കർത്താവിന്റെ ക്രൂശ് ചുമക്കുമ്പോഴും 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തർ പോലും അവിടെ ഇല്ല, അതിനൊരു സപ്പോർട്ടിനില്ല. അവർക്ക് അതിന്റെ മഹത്വത്തെ കുറിച്ച് അറിയത്തില്ല, ആ ദൈവിക പദ്ധതി എന്തായിരുന്നു എന്ന് അവരുടെ കണ്ണിന് മറവായിരുന്നു. ദൈവം അത് ലോകത്തിന് മറച്ചിരുന്നു. അത് ദൈവം മറയ്ക്കാൻ അനേക കാരണങ്ങൾ, ദൈവത്തിന്റെ ദൈവിക പദ്ധതികളും ദൈവിക കാരണങ്ങളും ഉണ്ട്. ഒരു കാരണം എന്താണെന്ന് മാത്രം ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ആ ഒരു കാരണം മാത്രം ഞാൻ കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുക, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഈ ലോകത്തെ വാഴുവാനായിട്ട് അനേക പ്രഭുക്കന്മാരെ നിയമിച്ചിട്ടുണ്ട്. സാത്താന്റെ ദൂതന്മാര്, വലിയ തലവന്മാരായിട്ടുള്ള ദൂതന്മാരെയൊക്കെ പാഴ്സി ദേശത്തിന്റെ തലവൻ കേട്ടിട്ടുണ്ടോ? യവനായ ദേശത്തിന്റെ പ്രഭു വരും, പാഴ്സി ദേശത്തിന്റെ പ്രഭുവുമായിട്ട് ഞാൻ യുദ്ധം ചെയ്തു. ഈ ഓരോരുത്തരെയും ഓരോരോ സ്ഥലങ്ങളിൽ വേണ്ടുവണ്ണം നിയോഗിച്ചിരിക്കുക. ഇവർ ഒരുത്തർക്ക് പോലും ഈ വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. which none of the princes of this world knew. For had they known it, they would not have crucified the Lord of glory. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ, കണ്ടില്ലയോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതാ, അവരറിഞ്ഞിരുന്നു എങ്കിൽ
തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ ക്രൂശ് നിറവേറാൻ അവർ സമ്മതിക്കത്തില്ലായിരുന്നു. കാര്യം സാത്താന് എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു 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 ക്ലാരിറ്റി ഇല്ല, ഒരു ഐഡിയ ഇല്ല. അവൻ ഈ വിഷയത്തിൽ അജ്ഞനായിരുന്നു. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നില്ല, പഠിപ്പിച്ചിരുന്നില്ല. അത് എല്ലാവർക്കും മറച്ചിരുന്നു. വിച്ച് നൺ ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് ന്യൂ. ഒരു മനുഷ്യർക്കും ഇത് അറിയത്തില്ലായിരുന്നു. കാര്യം ദൈവിക പദ്ധതിയാണ് അത്. എൻ്റെ അഭിപ്രായമല്ല, തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹാഡ് ദൈ നോൺ ഇറ്റ് ദൈ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഇതിന്റെ എല്ലാം ബോട്ടം ലൈൻ എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറി ക്രൂശിൽ എന്താണ് നടക്കുന്നത്, അതിലൂടെ നിറവേറുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് ഈ ഉലകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അത് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൽ നമുക്ക് വേണമെങ്കിൽ സംശയം തോന്നാം, യെശയ്യാ പ്രവചനത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. യെശയ്യാ പ്രവചനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ പോലും ഇത് വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മശിഹ ഇങ്ങനെ കഷ്ടം സഹിക്കും, ഇങ്ങനൊരു സഫറിങ് സെർവൻ്റായിട്ട് വരുമെന്ന് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? അത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം പരസ്യമായ പാഠം വായനയിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കിയിരുന്നു. അവർക്ക് അറിയത്തില്ല. അവർ വിചാരിച്ചിരുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്ന മശിഹ, ദാവീദിന്റെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, യെരൂശലേമിൽ ആ ദാവീദ് ഗോത്രത്തിൽ ഇരുന്നരുളുന്ന സിംഹമായവൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരിയ്ക്കുന്നത്. അവർക്ക് ഈ വിഷയം അവർക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാൽവറിയിൽ നടക്കുന്ന യാഗം എന്താണ് ആ സഫറിങ് സെർവന്റ് കടന്നു പോകുന്ന അവസ്ഥ എന്നുള്ളത് യഹൂദന് മറവായിരുന്നു. ദൈവം അവർക്ക് മറച്ചിരുന്നു. എന്നാൽ അത് മറച്ചിരുന്ന ദൈവം ദൈവിക പദ്ധതിയാണ്. ദൈവം എൻഡ് ടു എൻഡ് സകല കാര്യങ്ങളും അറിയുന്നുണ്ട്. എന്നാൽ ഈ ക്രൂശിൽ കൂടെ നടന്ന പദ്ധതി എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തണം എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. എന്നാൽ അതിൻ്റെ കാലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തുകയും അതിനുവേണ്ടി ഒരു അപ്പോസ്തലനെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ അതുവരെ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നത് കർത്താവിന്റെ ആ മടങ്ങി വരവ് വരെ, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്രോസ് അവിടെ നടക്കാൻ പോകുന്നത് ഒരു മഹോപദ്രവ കാലമാണ്, ഒരു പീഡന കാലമാണ്. ആ പീഡനകാലം 7 വർഷത്തെ ആ പീഡനകാലം, അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായിട്ട് മടങ്ങി വരും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആ പീഡന കാലത്തിന് ശേഷം കർത്താവ് മേഘാരൂഢനായിട്ട് വരുന്നതും ആ ഒലിവ് മലയിൽ കർത്താവിന്റെ പാദം ചവിട്ടുന്നതും, കർത്താവ് രാജാവായിട്ട് വരികയും അവർ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്നും അവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യം എന്ന പദ്ധതിയാണ് ബൈബിൾ വിഭാവനം ചെയ്തിരിക്കുന്നതും തോറ അതിൽ കൂടി അവരെ ദൈവം അറിയിച്ചിരിക്കുന്ന ആ ഒരു ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ അതുവരെ കർത്താവിന്റെ കാൽവറി ഈ യാഗത്തിന് ശേഷം കർത്താവിന്റെ ആ മടങ്ങി വരവ് വരെ ഉള്ള കാലഘട്ടത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ആ കാലഘട്ടത്തിൽ പാപം മോചിക്കാനായിട്ട് ആട്ടുകൊറ്റനെയും കാളക്കിടാങ്ങളെയും ഒക്കെ യാഗം കഴിക്കണമായിരുന്നു എന്ന്. വേണ്ട, അങ്ങനെ യാഗം കഴിക്കുന്ന ഒരു പീരീഡ് അല്ല അത്. കാര്യം അങ്ങനെ യാഗം കഴിക്കാൻ ഒരു നിയമം കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ കാൽവറി യാഗം അർത്ഥമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ കർത്താവിന് ആ യാഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാപമോചനത്തിനായി ഒരു യാഗം, ആട്ടുകൊറ്റനെ യാഗം കഴിക്കണമെന്നൊരു നിയമം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ദൈവം ആ കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തിരുന്നതും പാപമോചനത്തിനായി കൊടുത്തിരുന്ന ദൈവിക ഉപദേശമാണ് ജലസ്നാനം എന്ന ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ ആ പുതിയ നിയമം ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു സമയമാണ്. അവിടെ പരിശുദ്ധ ആത്മാവാൻ ദൈവം അവരുടെ മേൽ വരികയാണ്. ആ സ്ഥലത്ത് പത്രോസ് അപ്പോസ്തലനിൽ നിന്ന് അവരോട് പ്രസംഗിക്കുകയാണ്. ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാ?
നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഒരു ആടിനെ യാഗം കഴിക്കാനാണോ പറയുന്നത്? അല്ല. ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഇതിനു വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരുന്നതാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, ആദ്യം നിങ്ങൾ മടങ്ങി വരണം, അന്യ ആരാധനയിൽ നിന്നും അന്യ ദേവീദേവന്മാർക്ക് ധൂപം കാട്ടുന്നിടത്ത് നോക്കി നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. ഇത് അവരോട് കൊടുത്തിരുന്നതാണ്. അന്ന് അവരുടെ പാപം മോചിച്ചിരുന്നത് ജലസ്നാനത്തിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. ഇവിടെ കർത്താവ് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. Let me project another verses. മർക്കോസ് 16:16 കാണിക്കാം. മർക്കോസ് 16:16 അവിടെ പറയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ചെയ്യും. ഇത് ദൈവിക കൽപ്പനയാണ്. ഇത് താങ്കൾക്ക് മാറ്റാൻ കഴിയത്തില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് ഇത് എഴുതാൻ പറ്റുമോ? അത്ര ക്ലിയർ ആയിട്ട് ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാനായിട്ട് സ്നാനം അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതൊരു കൽപ്പനയാണ്. മനസ്സിലായോ? ഇതിൽ നിന്ന് അലംഘനീയമായി, ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇത് ഗ്രേറ്റ് കമ്മീഷനാണ്, മഹാനിയോഗമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ഒരു വാക്യം കൂടെ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 22:16 പൗലോസ് അപ്പോസ്തലനോട് പറയാ, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുക. സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക. ഈ സ്നാനത്തിൽ കൂടിയായിരുന്നു പാപം മോചിച്ചിരുന്നത്. ഇന്ന് ഒത്തിരി പേർക്ക് ഈ വിഷയം അറിയത്തില്ല. അത് കാരണം അവർ പറയാറുണ്ട്, സ്നാനം പാപം മോചിക്കാനൊന്നുമല്ല, അത് മോചിച്ചു എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാനാണ്. അങ്ങനെയാണോ നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടെ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇത് ആൾക്കാരെ കാണിക്കാൻ എന്നാ പറഞ്ഞേക്കുന്നത്. കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് എങ്ങനെയുമൊക്കെ വളച്ചൊടിച്ച് എവിടെയെങ്കിലുമൊക്കെ വാക്യങ്ങളെ കൊണ്ട് ഒപ്പിക്കാൻ നോക്കല്ല. ദൈവവചനവും ദൈവിക കൽപ്പനയുമായത് ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം കർത്താവിന്റെ മടങ്ങിവരവ് വരെയുള്ള സമയത്തേക്ക് അവർക്ക് കൊടുത്തിരുന്ന ദൈവിക പദ്ധതിയായത്. ഇവിടെ നിന്ന് താങ്കൾക്കോ എനിക്കോ ആ ഉപദേശത്തെ മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ ഒരു ഭയങ്കര സംഭവം നടന്നു. അതാണ്, യഹൂദനാസ് എ ഹോൾ ദൈവത്തെ വിശ്വസിച്ചില്ല, പിതാവായ ദൈവത്തെ അനുസരിച്ചില്ല, അയച്ച 17 പ്രവാചകന്മാരെയും അനുസരിച്ചില്ല. യോഹന്നാൻ സ്നാപകനെ അയച്ചു, കഴുത്തു വെട്ടി കൊന്നുകളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം പുത്രനെ അയച്ചു, കാൽവറിയിൽ ക്രൂശിൽ യാഗമാക്കി. അവരെ കൊന്ന് കാൽവറിയിൽ കർത്താവിനെ കാൽവറി ക്രൂശിൽ ക്രൂശിച്ചു. സ്വന്തം പുത്രനെ അയച്ചു. അതിനുശേഷം വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് കർത്താവ് വായ്മൊഴിയായി പറഞ്ഞിരിക്കുന്ന പാപം ചെയ്തിട്ട് അവർ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുക. ആ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ മുന്നേ നിൽക്കുന്നത് പൗലോസാണ്, ശൗൽ എന്ന പൗലോസാണ്. സന്നിധിൻ സംഘത്തിൽ അതിന് ഓർഡർ കൊടുക്കുന്നതും ആ കൊല്ലുന്നവരുടെ വസ്ത്രം തൻ്റെ കാൽക്കൽ വെച്ചിട്ട് അതിന് അധികാരം കൊടുത്തിരിക്കുന്നത് ശൗല. ഈ പൗലോസ് അന്ന് സ്വർഗം തുറന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 പാപി എന്ന് പറയുന്നത് ശൗല. അതുകൊണ്ടാണ് പൗൽ പറയുന്നത്, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ, ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ്. ആ പാപികളിൽ ഒന്നാമനെ വിളിച്ചുകൊണ്ട് ദൈവം അവിടെ വെച്ച് ഒരു പുതിയ ദൈവിക പദ്ധതി ആരംഭിക്കുക. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെന്നുണ്ടെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. ഇവിടെ ഉലകത്തിൽ അന്ന് വരെ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ഇവിടെ ആരംഭിക്കുക. അതിനെയാണ് ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നൊരു ദൈവിക പദ്ധതി ഇവിടെ ആരംഭിക്കുക. അതിൻ്റെ ഉപദേശങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യാശ എന്താണ്, അതിൻ്റെ വിശ്വാസം എന്താണ്, അതിൽ കൂടെ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണ്, എങ്ങനെ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ 13 ലേഖനങ്ങളിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അറിയിച്ചിരിക്കുക. അതാണ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. അതായത്
വെളിപ്പാടിൻ്റെ മർമ്മത്തിനനുസരിച്ച്, ആ മർമ്മങ്ങളുടെ വെളിപ്പാടിനനുസരിച്ചുള്ള ദൈവിക സുവിശേഷം, റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന ആ ഒരു മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മം, കർത്താവായ യേശു ക്രിസ്തുവിനെ, പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, ഇതാണ് ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ, ആ 13 ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മുഴുവനും ബ്ലഡ് ആയിരിക്കും. അത് കാണുന്നത് മുഴുവനും ക്രൂശും കർത്താവിൻ്റെ മരണവുമായിരിക്കും. ഓരോ പേജിലും കർത്താവിൻ്റെ ബ്ലഡ് പതിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമുക്കിന്ന് ആ മരണത്തിൽ കൂടി, കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ കൂടി ഒരു വീണ്ടെടുപ്പ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഞാൻ നെക്സ്റ്റ് വീക്കിൽ, അടുത്ത ആഴ്ചയിൽ നമ്മുടെ വിഷയം അതാ. അതായത് ശരിക്കും ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ഏത് കോലത്തിലായിരിക്കുന്നു, ഇത് തമ്മിൽ എത്രമാത്രം അകന്നു പോയിരിക്കുന്നു, ആ ദൈവിക പദ്ധതിയെ വളച്ചൊടിച്ച് ഏത് ലെവലിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സിലെ വിഷയം. അന്ന് നമുക്ക് കുറെ കൂടി ഈ വിഷയം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലനെ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക, ഒരു വലിയ ടാസ്ക് ഏൽപ്പിക്കുക. ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 1600 വർഷങ്ങളോളമായി മോശയ്ക്ക് മുഖാന്തരം ന്യായപ്രമാണം ദൈവം കൊടുത്ത് യഹൂദ ജനത്തോട് ഉടമ്പടി ചെയ്ത്, യഹൂദ ജനത്തിന് ആ ന്യായപ്രമാണം കൊടുത്ത് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ദൈവം ആ ന്യായപ്രമാണ പദ്ധതിയിൽ കൂടി ഉറപ്പിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുടെ റോൾഡ് ഔട്ട് ആയിരിക്കുക. കഴിഞ്ഞ 1600 വർഷമായിട്ട് അവർ അതാണ് ഫോളോ ചെയ്യുന്നത്. തനാക്ക്, തോറ, നബീം, കത്തുബീം, ഈ പുസ്തകങ്ങളിൽ കൂടി ആ ദൈവിക പദ്ധതി എഴുതി അവർക്ക് കൊടുത്തിരിക്കുക. ഇത് യഹൂദന് മാത്രമുള്ള രക്ഷാപദ്ധതി. ഇത് വേറെ ആർക്കും ഇത് കയറിയെടുക്കാൻ പറ്റത്തില്ല, വേറെ ആർക്കും ഇതില്ല. ആർക്കെങ്കിലും ഈ പദ്ധതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ യഹൂദ മതാനുസാരിയായിട്ട് മാറണം. പരിച്ഛേദനയേറ്റ് കുറേ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് ജൂവിഷ് പ്രോസലൈസേഷൻ പ്രോസസ്, അതിൽ കൂടി യഹൂദനായിട്ട് മാറണം. ഇതാണ്. അങ്ങനെ ഇവർ യഹൂദിയ വിശ്വാസത്തിലേക്ക് വരാതെ രക്ഷയില്ല. അതായത് ന്യായപ്രമാണം അനുസരിക്കാതെ അല്ലെങ്കിൽ യഹൂദനായി തീരാതെ ഒരുവന് സ്വർഗരാജ്യം അവകാശമാക്കുവാനോ സ്വർഗീയ പദ്ധതിയിലേക്ക് വരുവാനോ കഴിയത്തില്ല. അത് 1600 വർഷമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തു പോരുന്നതും ഇരുത്തം വന്നതുമായ ഒരു ദൈവിക പദ്ധതിയാണ്, സെറ്റിൽഡ് ആയ ഒരു ദൈവിക പദ്ധതിയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരാളെ ദൈവം ഒരു പുതിയ പദ്ധതി ഏൽപ്പിക്കുക, ഒരു പുതിയ സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി റിവീൽഡ് ആയിട്ട്, അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദാറ്റ് മിസ്റ്ററി യു ഷുഡ് പ്രീച്ച്. അതായത് ആ മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് ഒരു പുതിയ പദ്ധതി തന്നെ ഏൽപ്പിക്കുക. ഒരു ഹിലാരിയസ് അല്ലെങ്കിൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയാൻ കാര്യം, കർത്താവ് ഉലകത്തിൽ അവതരിച്ചിരിക്കുക. യെരുശലേമിൽ, യഹൂദയിൽ അവരുടെ മുന്നിൽ, അവരുടെ ഇടയിൽ കൂടെ കർത്താവ് അവരുടെ കണ്ണിൽ കാണെ അവരെ തൊടത്തക്ക രീതിയിൽ അവരുടെ കൂടെ നടന്ന് 3.5 വർഷം 12 ശിഷ്യന്മാരെ എടുത്തിട്ട് ദൈവിക പദ്ധതി ദൈവം പഠിപ്പിച്ചിരിക്കുക. ഇവരോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം മശിഹ ഉലകത്തിൽ വന്നിരിക്കുക. ആ 12 ശിഷ്യന്മാരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അത് പഠിച്ച ശിഷ്യന്മാർ ജീവനോടിരിക്കുക. അത് ഉലകം മുഴുവൻ പ്രചരിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗ്രേറ്റ് കമ്മീഷൻ ദൈവം കൊടുത്തിരിക്കുക. അവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേലെ വന്ന് അവരെല്ലാം ശക്തി പ്രാപിച്ച്, ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോവാൻ പറഞ്ഞാൽ ചാടിപ്പോകുന്ന രീതിയിൽ, മരിച്ചവന്റെ മേലെ കൈവച്ചാൽ അവൻ എഴുന്നേൽക്കുന്ന രീതിയിൽ ശക്തി ലഭിച്ച 12 അപ്പോസ്തലന്മാരും അവരോട് കൂടെയുള്ള മറ്റു ജനങ്ങളും നിൽക്കുക. ഇവരെല്ലാം ജീവനോടിരിക്കുന്ന കാലത്താണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടി വിളിക്കുക. ഇൻഫാക്ട് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ഏകദേശം 2 വർഷം, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പൗലോസ് അപ്പോസ്തലനെ ദമസ്കോസിൽ വെച്ച് വിളിക്കുന്നത്. ആ പോളിനെ വിളിച്ചപ്പോൾ മുതൽ ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിരിക്കുക. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്കാ പോൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? പൗലോസ് അപ്പോസ്തലനെ ദൈവം അത് ഏൽപ്പിച്ചിരിക്കുക. ഇവിടെ ഇത് പ്രചരിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു റൈറ്റപ്പും അതിനെക്കുറിച്ചില്ല, ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. നൺ ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് ന്യൂ, ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് കേട്ടിട്ടോ അറിവോ ഇല്ലാത്ത സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതിയെ ലോകത്തിന് വെളിപ്പെടുത്തുക. അതിനുവേണ്ടി ദൈവം ഒരു അപ്പോസ്തലനെ വിളിച്ചിരിക്കുക. പാപികളിൽ ഒന്നാമനായവനെ വിളിച്ച് തന്നിൽ കൂടി സ്വർഗീയ പദ്ധതി റിവീൽഡ് ആക്കുക.
ഇവിടെ കർത്താവ് അതിന് 2 വർഷം മുമ്പ് വരെ ലോകത്തിലുണ്ടായിരുന്നു. അവരുടെ കണ്ണിന് മുമ്പിൽ വെച്ച് മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തിരിക്കുകയും കർത്താവ് ട്രെയിൻ ചെയ്ത 3 വർഷം കൂടെ കൊണ്ട് നടന്ന് ട്രെയിൻ ചെയ്ത 12 അപ്പോസ്തലന്മാര് ഈ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുക. അവിടെ പൗലോസ് അപ്പോസ്തലൻ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി, അതായത് ന്യായപ്രമാണത്തിൽ കൂടിയാണ് അന്ന് വരെ രക്ഷ. പോൾ പ്രസംഗിക്കുന്ന ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ലെന്നാണ്. ഇത് കംപ്ലീറ്റ് കോൺട്രാഡിക്ടറിയാ. അങ്ങനെ ഒരു വിഷയം പ്രസംഗിച്ചാൽ പോളിനെ കല്ലെറിഞ്ഞു കൊല്ലാം അവർക്ക്. അതുപോലത്തെ ഒരു ഭയങ്കര ടാസ്ക് ആണ് സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഒരു ദിവസം കൊണ്ടല്ല, 10-30 വർഷം കൊണ്ട് ദൈവം പൗലോസ് അപ്പോസ്തലനെ റിവീൽഡ് ആക്കുക. ആ പദ്ധതിയാണ് 13 ലേഖനങ്ങളിൽ കൂടി ലോകം മുഴുവനും പോയി നടന്ന് പ്രസംഗിച്ച് സഭകൾ സ്ഥാപിച്ച് പൗലോസ് അപ്പോസ്തലൻ കൂടി ഉലകത്തിന് അറിവായി വന്നിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ഇതാണ് ചർച്ച് എന്ന് പറയുന്ന, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതും ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പദ്ധതി ആയിരിക്കണമായിരുന്നു. എന്നാൽ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് കർത്താവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പരീക്ഷ പ്രമാണിയായ പൗലോസ് എന്ന് പറയുന്ന പാപികളിൽ ഒന്നാമനായ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന് ഇത് എത്രമാത്രം ടഫാണ്, എത്രമാത്രം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ അത്ര ഒരു വലിയ കട്ടിയായ ശുശ്രൂഷ കർത്താവ് തന്നെ ഏൽപ്പിച്ചെങ്കിലും കർത്താവ് തന്നോട് കൂടെ ഇരിക്കുക. അതായത് യേശു ക്രിസ്തു തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക. ദമസ്കോസിൽ വെച്ച് പോളിനെ വിളിക്കുമ്പോൾ പോളിനോട് പറയുന്നത്, നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുവാൻ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഇറങ്ങി വീണ്ടും ഭൂമിയിലേക്ക് വന്നിരിക്കുക. കർത്താവ് ആക്ച്വലി ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഒലിവ് മലയിൽ വരേണ്ടുന്ന കർത്താവ്. എന്നാൽ അവരുടെ പദ്ധതി, അവർ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നു പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിടുകയും അവരുടെ ആ ഒരു ദൈവിക പദ്ധതി അവിടെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുക. ഇതിനെ ഞാൻ അടുത്ത ആഴ്ചയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പോളിനെ എടുത്തിരിക്കുക. ആ പോളിൽ കൂടി ഒരു വലിയ ദൈവിക പദ്ധതിയായി ഇവിടെ നിറവേറുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കുറഞ്ഞ പദ്ധതിയല്ല, യഹൂദിയ പദ്ധതിയെക്കാട്ടിൽ ഒട്ടും കുറവുള്ള പദ്ധതിയല്ല ക്രിസ്തീയ പദ്ധതി. ഇത് രണ്ടും ദൈവിക പദ്ധതികളാണ്. 2-fold പർപ്പസ് ഓഫ് ഗോഡ്. ഒന്ന് വെളിപ്പെട്ടിരുന്ന പദ്ധതിയാണ്, ക്രിസ്തീയ പദ്ധതി മറഞ്ഞിരുന്ന പദ്ധതിയാണ്. അത് വെളിപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നെ വിളിച്ചിട്ട് ദൈവം ഡമസ്കോസിൽ ഇറങ്ങി വന്നിരിക്കുക. ആ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ശുശ്രൂഷകനായി നിയമിപ്പാൻ, ഞാൻ നിന്നെ സാക്ഷിയായി നിയമിപ്പാൻ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറയുക. പലയിടങ്ങളിലും താൻ ശുശ്രൂഷിക്കുമ്പോൾ ഡെയിലി ദർശനത്തിൽ കൂടി അവനോട് ഇടപെടുകയാണ്. കൊരിന്തിൽ വെച്ച് പറയാ, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനങ്ങളുണ്ട്, നീ അതുകൊണ്ട് ഭയപ്പെടാതെ ധൈര്യമായിട്ട് പ്രസംഗിക്കുക, ക്രൂശിന്റെ വചനം പ്രസംഗിക്കുക, ക്രൂശിലൂടെയുള്ള രക്ഷ പ്രസംഗിക്കുക. പൗൾ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ക്രൂശ, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ടവനായി മാത്രം അറിയുന്നവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ആ ക്രൂശിനെയാണ് പോൾ പ്രസംഗിക്കുന്നത്. സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചതെന്ന് പോൾ പറയുക, കർത്താവിന്റെ ക്രൂശ് പ്രസംഗിക്കാനാണ്. ഇതാണ് പോളിന്റെ ശുശ്രൂഷ. ഇവിടെ പോൾ പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല. ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കർത്താവിന്റെ അപ്പോസ്തലനാണ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ ലേഖനങ്ങളുടെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ഗലാത്യ ലേഖനം 1-ാമത്തെ വാക്യം ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ഒരെണ്ണം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ടോ? 1-ാമത്തെ അധ്യായം 1-ാം വാക്യം അവിടെ പറയണം, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. ആ കർത്താവിൽ കൂടി താൻ അപ്പോസ്തലനായിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ ദൈവം നിയമിച്ചിരിക്കുക. കൊരിന്ത്യ ലേഖനം 1:1 കാണിക്കാം. കൊരിന്ത്യ ലേഖനം 1:1 അവിടെ പറയാണ്, ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും. കണ്ടോ, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായിട്ട് കർത്താവ് തന്നെ വിളിച്ചിരിക്കുക. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നെ ആക്കിയിരിക്കുക. ഇതൊരു വലിയ ശുശ്രൂഷ താൻ ഏറ്റെടുത്തിരിക്കുക, തന്നെ ഏൽപ്പിച്ചിരിക്കുക. ക്രിസ്ത്യാനിറ്റി തന്നിൽ കൂടെ റിവീൽഡ് ആകുന്നത്. നിങ്ങൾ യഹൂദന്മാരോട് ആരോടെങ്കിലും സാവകാശം കിട്ടി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ചോദിച്ചു നോക്കണം. ക്രിസ്ത്യാനിറ്റി ആരാണ് ആരംഭിച്ചെന്ന് ചോദിക്കണം. അവർക്കറിയാം, ഒരു 12 അപ്പോസ്തലനുമല്ല, പത്രോസുമല്ല, യാക്കോബുമല്ല, യോഹന്നാനുമല്ല, മറിച്ച് പൗലോസ് ആണ് എന്ന് അവരെല്ലാവരും പറയും. ഇതുവരെ ഞാനൊരു യഹൂദനെ കണ്ടിട്ടില്ല പത്രോസോ യാക്കോബോ യോഹന്നാനോ ആണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് പറയുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്ത്യാനിക്ക് മാത്രമേ ഉള്ളൂ ഇത് അറിയാത്ത. ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ കൂടിയാണ്. അതിന് മുമ്പ് നടന്നത് മുഴുവനും യഹൂദിയ വിശ്വാസമാണ്.
പെന്തക്കോസ് നാളിലൊന്നും നടക്കുന്ന ക്രിസ്തീയ കാര്യങ്ങളല്ല. അതൊക്കെ വാഗ്ദത്തം നിറവേറുക യഹൂദന്റെ ഇടയിൽ, അവരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ നടക്കുക. 15 രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. അത് മുഴുവനും യഹൂദന്മാർ വന്ന് ചേർന്നിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ആ ദേശത്തുള്ള ജാതികൾ ഇവിടെ പെന്തക്കോസ്റ്റിൽ വന്ന കാര്യമല്ല പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുക. പൗലിന് ഇതൊരു ടഫ് പീരീഡ് ആയിരുന്നെങ്കിലും ദൈവം തന്നോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലന് അത് എത്രമാത്രം ടഫായിരുന്നോ അത്രമാത്രം ടഫാണ് ഇന്ന് ഗേറ്റ് മിനിസ്ട്രിക്ക് ഈ സത്യം ലോകത്തെ അറിയിക്കാൻ. കാര്യം അന്ന് 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇന്ന് 40,000 ഗ്രൂപ്പായിട്ട് മാറിയേക്കുക. ഇതിനെ തടയിടാനായിട്ട് ജലസ്നാനം, വീണ്ടെടുപ്പ്, വീണ്ടും ജനനം, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കൂതാശകളും പ്രസ്ഥാനങ്ങളും ഇരിക്കുക. 40,000-ലേറെ ക്രിസ്തീയ വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുക. ഡിവൈഡ് ആൻഡ് റൂള് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ അതിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ക്രൂശിന്റെ വചനം, ക്രൂശ് വെളിപ്പെടാതിരിക്കാൻ, ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ആ ക്രൂശിനെ മറയ്ക്കത്തക്കവണ്ണം എന്തെല്ലാം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം അതൊക്കെ ചെയ്തിരിക്കുക. ഇതൊക്കെ ആയിരുന്നാലും കർത്താവ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് അനുദിനം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ശക്തമായിട്ട് പോളിനെ കരം പിടിച്ച് നടത്തിക്കൊണ്ടേയിരുന്നു. 12 പേരുടെ ഉപദേശം ദൈവം അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ കൈവിട്ടു. അതിനുശേഷം ദൈവം മഹത്വം യെരുശലേം വിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവ് യെരുശലേം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോയി. ഒലിവ് മലയിൽ നിന്നും യെരുശലേമിൽ പിന്നെ ഒരു പ്രത്യേകത നടക്കുന്നില്ല. ദൈവപ്രവൃത്തി മുഴുവനും യെരുശലേമിനും യഹൂദിക്കും വെളിയിലാണ്. ഇസ്രായേലിൽ നിന്നും ദൈവിക മഹത്വം ഇറങ്ങിപ്പോകുവാനായിട്ട് ഇടയായി. അതിനുശേഷം അവരെ മുഴുവനും അനന്തരം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ മുഴുവനും കാക്ക എറിഞ്ഞ കല്ല് പോലെ ഓടിപ്പോകുവാനായിട്ട് ഇടയായി. പോയ സ്ഥലങ്ങളെല്ലാം വളരെ ദാരുണമായിട്ട് അവരെ കൊന്നൊടുക്കുവാനായിട്ട് ഇടയായി. അതൊന്നും ദൈവിക അനുഗ്രഹമല്ല. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. എന്നാൽ ദൈവം അവരെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയമുണ്ട്. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അതല്ല നടക്കുന്നത്. ഈ ഇന്ററിം പീരീഡിൽ ദൈവം ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക. ഇവിടെ ആ ഒരു പദ്ധതി റോൾഡ് ഔട്ട് ആയിരിക്കുക. ഞാനും നിങ്ങൾ ഇന്ന് അതിന്റെ ഭാഗമാണ്. അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് യഹൂദിയ മതമല്ല, യഹൂദിയ വിശ്വാസമല്ല. ഇവിടെ ആ ഒരു ശുശ്രൂഷയാണ് ദൈവം പൗലോസ് അപ്പോസ്തലനിൽ കൂടി നിറവേറ്റിയത്. ആ ദീപശിഖയാണ് എനിക്ക് നിങ്ങൾക്കും കൈമാറിയിരിക്കുന്നത്. ആ കർത്താവിന്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുക എന്നുള്ളൊരു ഗ്രേറ്റ് കമ്മീഷനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞാനും നിങ്ങളും നിറവേറ്റിയിട്ടുള്ള ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്ന് പൗലോസ് അപ്പോസ്തലന് എത്രമാത്രം ഈ വിഷയം പ്രസ്താവിക്കാനായിട്ട് ചലഞ്ചസ് ഉണ്ടായിരുന്നോ, എത്രമാത്രം പ്രയാസം ഉണ്ടായിരുന്നു, അതിൻ്റെ 7 ഇരട്ടി പ്രയാസം ഇന്ന് ഞങ്ങൾക്ക് ഈ വിഷയം പറയുവാനായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം അതിനെ എതിർക്കും, നഖശിഖാന്തം എതിർക്കും, ഔട്ട് റൈറ്റ്ലി റിജക്ട് ചെയ്യും. കാര്യം ഈ ഒരു വസ്തുത അംഗീകരിക്കാൻ ഈ ലോകം തയ്യാറാകത്തില്ല. കാര്യം ഇതെന്നും ലോകത്തിനെതിരാണ്, ലോകം ഇതിനെതിരായിരിക്കും. ഈ സത്യം മനസ്സിലാക്കുവാൻ മനസ്സുള്ള ദൈവമക്കൾക്കായിട്ടും ദൈവസ്നേഹമുള്ളവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലീഡേഴ്സ്, ഈ മത നേതാക്കന്മാരൊക്കെ വാസ്തവമായിട്ട് ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്താണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി, അതിനുവേണ്ടി ഒന്ന് ഉത്സാഹത്തോടെ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഈ പുതിയ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ അവിടെ ജലസ്നാനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇൻഫാക്ട് പോൾ പറഞ്ഞത് ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ് എന്നാണ്. എന്നാൽ നമ്മൾ ഇതിനു മുമ്പേ കണ്ടു, ബാപ്റ്റിസം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു പദ്ധതി നിലവിലിരിക്കുമ്പോൾ പോൾ പറയാണ് ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ് എന്ന്. അതിനകത്തിലെ ആ വിരോധാഭാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല ഇന്ന് എനിക്ക് സ്നാനപ്പെടേണ്ട അല്ലെങ്കിൽ സ്നാനം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പോൾ പറയുകയാണ്, എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, മറിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനാ, ക്രൂശ് പ്രസംഗിക്കാനാ. ആ ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇന്ററിം പീരീഡ് കഴിഞ്ഞു, ദൈവം ആ പദ്ധതി അവിടെ നിർത്തിയിരിക്കുക. അതിനുശേഷം ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. ഈ കാലഘട്ടത്തിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർത്താവ് ഉലകത്തിൽ വന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഉപദേശം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഉപദേശം എടുത്ത് കോപ്പി അടിക്കാൻ പറ്റത്തില്ല. ഇവിടെ പദ്ധതി മാറിയിരിക്കുന്നു. ഇവിടെ
അഖിലാണ്ടം സ്ഥാപിക്കുന്നതിന് മുൻപ്, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെടുത്ത ദൈവിക പദ്ധതി ഇവിടെ നിറവേറിയിരിക്കുക. ആ പദ്ധതി എന്താണെന്ന് ദൈവം പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്താൻ പോളിനെ വിളിച്ചിരിക്കുക. പോളിൽ കൂടി ആ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുക. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ കാലഘട്ടം. ന്യായ പ്രമാണത്തിൽ നിന്നും കൃപയിലേക്ക് വന്ന കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിലൊക്കെ പറയുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആ പറയുന്ന വിഷയത്തിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എൻ്റെ സ്കില്ല് കുറവാണ്. എനിക്ക് അത്ര വാക്ചാതുര്യമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സത്യം എൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അത് നിങ്ങളിലേക്കൊന്ന് പകരാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനോട് ഈ ശുശ്രൂഷ ദൈവം നിവർത്തിക്കുക. ഇവിടെ പോൾ ഒരിക്കൽ പോലും വീണ്ടും ജനനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ജലസ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. കാത്തിരുന്ന് നിങ്ങളുടെ വിശുദ്ധിയെ തികച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പോൾ ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ല. ഇത് കാലഘട്ടം വേറെയാണ്. ഇവിടുത്തെ ദൈവിക പദ്ധതി വേറെയാണ്. 2-fold പർപ്പസ് ഓഫ് ഗോഡ്. യഹൂദിയ പദ്ധതി അല്ല ക്രിസ്തീയ പദ്ധതി. യു കനോട്ട് ബിക്കം എന്താ പറയുന്ന ഒരു യഹൂദിയാനിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. യു ആർ എ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിയാണ് നമ്മള്. ഹല്ലേലൂയ. ഇവിടെ preaching of Jesus Christ according to the revelation of the mystery. മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിലൂടെ നിറവേറിയ ഒരു സ്വർഗീയ പദ്ധതി പ്രസിദ്ധമാക്കുകയും ചെയ്യുന്ന ദൈവിക കാലഘട്ടമാണ് ഈ കൃപായുഗവും. ഇതിൽ കൂടി നാം രക്ഷിക്കപ്പെടുന്ന സ്വർഗീയ പദ്ധതി. ഇവിടെ ഒരു വീണ്ടും ജനനം ഒന്നും താങ്കൾക്ക് ആപ്ലിക്കബിൾ അല്ല. താങ്കൾ വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ താങ്കൾ ആദ്യം ദൈവജനമായിരിക്കണമായിരുന്നു. അതിൽ നിന്ന് വീണ്ടുപോയിട്ട് വീണ്ടും ജനനം പ്രാപിക്കുക. അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് ടച്ച് ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നുണ്ട്. നമുക്കുള്ളത് ഒരു ദത്തെടുപ്പ്, വീണ്ടും ജനനമല്ല. നമ്മുടെ എന്ന് പറയുന്നത് ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കുക. അത് ഒരിക്കലാണ് നമ്മൾ ജനിക്കുന്നത്. ആ ദൈവിക പദ്ധതി നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ, കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു വിധത്തിലും ഞാൻ രക്ഷിക്കപ്പെടാൻ വഴിയില്ലാതെ നിത്യ നരകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന എൻ്റെ പാപം തൻ്റെ തോളിൽ ഏറ്റുകൊണ്ട് കർത്താവ് എനിക്ക് പകരം ആ കാൽവറിയിൽ യാഗമായിരിക്കുക. ആ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെടുന്ന സ്വർഗീയ പദ്ധതിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ദൈവിക പദ്ധതി. ഇവിടെ പഴയ നിയമത്തിലെയോ അല്ലെന്നുണ്ടെങ്കിൽ യഹൂദനോട് പറഞ്ഞിരുന്ന ഉപദേശങ്ങളല്ല നമ്മുടെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ രക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ജലസ്നാനം പഠിപ്പിച്ചിട്ടില്ല. കാരണം അതിനൊരു പ്രത്യേകതയുമില്ല. പോൾ പഠിപ്പിച്ച സ്നാനം മുഴുവനും ആത്മസ്നാനമാണ്. ഞാൻ വിശദീകരിക്കാം, അധികം സമയം എടുക്കത്തില്ല, എന്നാലും പെട്ടെന്ന് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി തരാം. കർത്താവിന്റെ കാലത്ത് തൻ്റെ ശിഷ്യന്മാര് ജനത്തെ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. അത് ആ കാലഘട്ടത്തിലെ പദ്ധതിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ആത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇത് രണ്ട് കാലഘട്ടവും രണ്ട് വ്യവസ്ഥിതിയുമാണ്. ഇതിനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾ സത്യം അറിയാതെ പോകും. സത്യം അറിയാതെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥ സത്യം അറിയാതെ പോയെങ്കിൽ നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടതായി വരും. കാര്യം രക്ഷാ പദ്ധതി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടും? റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊക്കെ പറയുന്നത്, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ആത്മസ്നാനത്തെക്കുറിച്ച്. ഇതൊന്നും വെള്ളത്തിൽ മുക്കുന്ന കാര്യമോ വെള്ളത്തിലെ സ്നാനമോ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം കർത്താവിനോട് ചേരുക. എങ്ങനെ നമ്മൾ കർത്താവിനോട് ചേരുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. 1-2 വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചോട്ടെ. കൊരിന്ത്യ ലേഖനം 2-ാമത്തെ കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 14-ാമത്തെ വാക്യം അത് കണ്ടില്ലേ? അവിടെ പറയാം, അതിന്റെ സെക്കൻഡ് പോർഷൻ നോക്കിയേ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതെന്ന്? കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കും. അതായത് ഉലകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. ഒരുവനാൽ പാപം ലോകത്തിൽ കടന്നതുപോലെ ഒരുവനാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ നീതീകരണം വരിക. ഇവിടെ എല്ലാവർക്കും വേണ്ടി, അതായത് ഞാനും നിങ്ങളും എല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഒരുവൻ മരിച്ചിരിക്കും, കർത്താവായ യേശു ക്രിസ്തു മരിച്ചിരിക്കും. എല്ലാവരും മരിച്ചു. നമ്മുടെ മരണം കർത്താവിന്റെ മരണമായി തീർന്നു. ഞാൻ മരിക്കേണ്ടിയിരുന്നു, പക്ഷെ എനിക്ക് പകരം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മരണം കർത്താവ് തൻ്റെ തോളിലേറ്റിരിക്കുക. ഞാൻ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിൽ പോകണമായിരുന്നു. എന്നാൽ ആ പരിശുദ്ധ രക്തം അതിന് മറുവിലയായി കൊടുത്ത് കർത്താവ് എനിക്ക് പകരം മരിച്ചിരിക്കുക. അടുത്ത വാക്യം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കണ്ടില്ലേ, അവൻ എല്ലാവർക്കും വേണ്ടി, നമ്മൾ മരിക്കേണ്ടിയിരുന്ന മരണം കർത്താവ് മരിച്ചിരിക്കുക. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ പാപം ചെയ്ത് നിത്യ നരകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നവരാ. എന്നാൽ ആ പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണം കർത്താവ് നമുക്ക് പകരമായിട്ട് കാൽവറിയിൽ മരിച്ചിരിക്കുക. അതിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുക. അടുത്ത വാക്യങ്ങളൊക്കെ അതാ പറയുന്നത്. തുടർമാനമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇതിനു ശേഷം കർത്താവിനെ ഞങ്ങൾ അറിയുന്നില്ല, ജഡത്തിൽ അറിയുന്നില്ല എന്നൊക്കെ പറയാൻ കാര്യം, ഞാൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാ. ഇവിടെ റോമാലേഖനത്തിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. അവിടെ പറയുകയാണ്, റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. അവിടെ പറയാം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. എന്താ ഈ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ കർത്താവ് നമ്മുടെ പകരം നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ മരണം ആ കൽവറിയിൽ ഏറ്റെടുത്തു എന്ന് ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ്, മരണ അടക്കം പുനരുദ്ധാനം കഴിഞ്ഞ ആസ്വദിച്ച ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വരിക, നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. നമ്മളെ ഒരു ഉടുപ്പിട്ടിരിക്കുന്ന പോലെ ആത്മാവ് വന്ന് പൊതിയുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. അതായത് ഇവിടെ പറയാം, നിങ്ങളിലോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വരിക. നമ്മുടെ ഈ പുറത്തെ മനുഷ്യന് ഒരു വ്യത്യാസവും വരുന്നില്ല. പുറത്തെ മനുഷ്യൻ അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ മേലേക്ക്, ആ ആത്മാവിന്റെ മേലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരികയും നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുക. യു ആർ ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ മേൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയെ അല്ല എന്നാ പറയുന്നത്. ഇതിന്റെ ബേസിക്കാണ്. ഇതിന്റെ 11-ാമത്തെ വാക്യം കൂടെ കണ്ടേ. അവിടെ പറയുന്നുണ്ട്, 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അതാണ് പരിശുദ്ധ ആത്മാവ്, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതായത് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോഴത്തേന് കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേ ആത്മാവ് കൊണ്ട് നമ്മുടെ ഈ മരണകരമായ മരിച്ചു പോകുന്ന ഈ മർത്യ ശരീരത്തെ തൻ്റെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇത് പുനരുജ്ജീവിപ്പിക്കും. ജീവനും ചൈതന്യമുള്ളതായി മാറും. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ആത്മീക ചൈതന്യം നമ്മുടെ മേൽ പകരും. ഈ മർത്യ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യമായി പറയുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഈ പറയുന്നത്. ഇതൊന്നും ജലസ്നാനത്തെ കുറിച്ചല്ല പറയുന്നത്. പോൾ ഈ പറയുന്ന സ്നാനങ്ങൾ മുഴുവനും ആത്മസ്നാനമാണ്. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെന്താ ഈ പറയുന്നത് എന്നുള്ളത്? ഇവിടെ കർത്താവിന്റെ മരണത്തെക്കുറിച്ചും അവന്റെ അടക്കത്തെക്കുറിച്ചും അവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും പറയുന്നത്. അതോടുകൂടി ആ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നാം കർത്താവിന്റെ മരണത്തിനും കർത്താവിന്റെ അടക്കത്തിനും കർത്താവിന്റെ പുനരുദ്ധാനത്തിനും ഒക്കെ പങ്കാളികളായി തീർന്ന കാര്യം നമ്മളെ ഓർപ്പിക്കുക. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ അറിയാതെ പോയെന്ന് ചോദിക്കുക. പാപസംബന്ധമായ മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 4-ാം വാക്യത്തിൽ പറയാം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതെന്ന് തന്നെ. കർത്താവിന്റെ കൂടെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും എല്ലാം പങ്കാളിയായി തീർന്നത് കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലെ വന്നിരിക്കുന്നത് കൊണ്ടാണ്.
ഈ കാര്യമാണ് ഗലാത്യ ലേഖനം 3:27 പോൾ പറയുന്നത്. ശ്രദ്ധിച്ച് 3:27 പറയുന്നത് കണ്ടോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. ഇതിൽ കൂടുതൽ എത്ര ക്ലാരിറ്റി ആയി വിഷയത്തിൽ വേണ്ടുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുക, ആ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നിട്ട് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. മനസ്സിലായോ? നമ്മളെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇതാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12:13 പറയുന്നത്. അത് കണ്ടോ, ഇവിടെ പറയാണ് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ ഇവിടെ ഒരു വ്യത്യാസവുമില്ല. യഹൂദനൊന്നും ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളെക്കാട്ടിൽ ഒരു പ്രത്യേകതയും ഇന്ന് യഹൂദനില്ല. ഈ കാലഘട്ടം വേറെയാ. ഇപ്പൊ യഹൂദന് പ്രത്യേകമുള്ള കാലം ഉണ്ടായിരുന്നു, ഇനി വരുന്ന കാലത്തും ഉണ്ട്. പക്ഷെ ഈ ഒരു കൃപായുഗത്തിൽ ഒരു പ്രത്യേകതയുമില്ല. whether we be Jew or Gentile, whether we be bond or free, നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുക. ഒരു പ്രത്യേകതയും നിങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർക്കില്ല. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാകുമാറ്. ഒരേ ആത്മാവിനാൽ, അതായത് ആ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ, ആ പരിശുദ്ധ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇവിടെ ഒന്നും വെള്ളത്തിന്റെ കാര്യമേ അല്ല ഈ പറയുന്നത്, ആത്മസ്നാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. പോൾ പ്രസംഗിച്ചിട്ടുള്ളതും പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ സ്നാനങ്ങളും കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന കാര്യമായി പറയുന്നത്. അതിനെയാണ് ബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസോ എന്ന് പറയുന്നത്. ഫോർ ബൈ വൺ സ്പിരിറ്റ് ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാക്കുവാനായിട്ട് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക. ഇത് വരുന്നത് എഫേസ്യ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ എന്നാലും അധികം സമയം എടുക്കുന്നില്ല, പറഞ്ഞ് തീർക്കുകയാണ്. 13-14 വാക്യം, 13 കണ്ട എഫേസ്യ ലേഖനം. അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, അതെന്താ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്നുള്ളതാണ്. ആ സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര സിമ്പിളാണ് ഈ വിഷയം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയുന്നത് കണ്ടോ, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. ഇവിടെ ഒത്തിരി ബാപ്റ്റിസത്തിന്റെ ആവശ്യമില്ല. പഴയ നിയമത്തിൽ നിറയെ ബാപ്റ്റിസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുമ്പോൾ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഒത്തിരി സ്നാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കണ്ടില്ലയോ, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. ഇത് ഒരു ബാപ്റ്റിസമാണ്. ഇത് പരിശുദ്ധ ആത്മാവിനാൽ ബാപ്റ്റൈസ് ചെയ്ത് ദൈവസഭയോട് ചേർക്കുന്ന പദ്ധതിയാണ്. ഒരു വാക്യം കൂടെ കാണിച്ച് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, ഇതൊന്ന് വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇത് കണ്ടില്ലയോ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിങ്ങളെ എങ്ങനെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടാ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കർത്താവ് 3 ആണികളിൽ കാൽവറി ക്രൂശിൽ തൂങ്ങുക, നിങ്ങളുടെ പാപം തൻ്റെ തോളിൽ ഏറ്റിക്കൊണ്ട് പാപത്തിന് പരിഹാരമായ ഒരു പ്രായശ്ചിത്ത യാഗമായിട്ട് ആ ദൈവ കോപാഗ്നിയിൽ വെന്തെരിയുക. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മെ വീണ്ടെടുത്ത ഒരു കാലഘട്ടം കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ ആരംഭിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം അവിടെ പറയണം, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരെ ശത്രുക്കളുമായിരുന്നു നിങ്ങൾ. ഇതായിരുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും എന്നൊക്കെ എഫേസ്യ ലേഖനം 2:12 പറയുന്നത് വേറൊരു വേർഷനായത്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ. അടുത്ത വാക്യം, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
കർത്താവിൻ്റെ ആ മരണത്തിൽ കൂടി നമ്മെ പിതാവിനോട് നിരപ്പിച്ചിരിക്കുക. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർത്തിരിക്കുക. എന്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് ആ ഒരു സ്റ്റാറ്റസ് ലഭിക്കുന്നത്? കർത്താവിൻ്റെ ഈ കാൽവറി യാഗത്തിലെ പരിപൂർണമായ വിശ്വാസവും സമർപ്പണവും കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇവിടെ വെള്ളത്തിൽ മുങ്ങുന്നതോ വീണ്ടും ജനനമോ കാത്തിരുന്ന് നിങ്ങളുടെ വിശുദ്ധിയുടെ എന്തോ ഒരു ഡിഗ്രി വരെ എത്തിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതോ ആ പദ്ധതി അല്ല ഇത്. യു ലൈക്ക് ഇറ്റ്, യു ക്യാൻ ടേക്ക് ഇറ്റ്. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇതാണ് ദൈവിക പദ്ധതി. കൈവിടപ്പെട്ടു പോകുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങളുടേതായിരിക്കും. നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാക്കാൻ മനസ്സില്ല, ഞങ്ങൾ പഴയ യഹൂദന്മാര് ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ബി ഇറ്റ്, നോ പ്രോബ്ലം. നിങ്ങളുടെ രക്തത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. ഇതാണ് സത്യം, ഇതാണ് ക്രിസ്ത്യാനിറ്റി. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് വാട്ട് യു ലൈക്ക്. സൺഡേ സ്കൂൾ മുതൽ കാറ്റക്കിസം മുതൽ നമ്മളെ പഠിപ്പിക്കേണ്ടിരുന്ന അടിസ്ഥാന ഫണ്ടമെന്റൽ ഉപദേശങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത് പഠിപ്പിക്കാതെ യഹൂദിയ വിശ്വാസത്തിലും മാനസാന്തരവും വീണ്ടും ജനനം, ജലസ്നാനം, ആനചേന, അതിനുശേഷം ഒത്തിരി എന്തുമാത്രം കുംഭസാരം, കുമ്മിയടി, കുർബാന, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാം. ദൈവവചനത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും ജനത്തെ അകറ്റിയിരിക്കുക. മണിമാളികകൾ വേണോ, മന്ദിരങ്ങൾ വേണോ, ആലയങ്ങൾ വേണോ, കർദ്ദനാൾ വേണോ, ഭയങ്കര എന്തൊക്കെ നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് തരും. കാര്യം ഈ ലോകത്തിന്റെ ദൈവം സാത്താന്. അവന് ഈ ക്രൂശ് മറയ്ക്കണം. ക്രൂശ് ജനം അറിയരുത്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവൻ അറിയാതെ ക്രൂശിച്ചു പോയി, ക്രൂശീകരണം നടന്നുപോയി. ക്രൂശിൽ കൂടി ഒരു സ്വർഗീയ പദ്ധതി, ഒരു ദൈവിക പദ്ധതി ഇവിടെ നിറവേറിയിരിക്കുക. ഇതിനെ അറിയാതിരിക്കാൻ വേറെ എന്ത് തത്തുല്യമായി എന്ത് വേണമെങ്കിലും തന്ന ക്രൂശിനെ മറയ്ക്കുവാൻ അവൻ ശ്രമിക്കും. അങ്ങനെ മറച്ചിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. ഇന്ന് ആ ജലസ്നാനം ക്രിസന്റത്തിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ക്രൂശ് എന്തായിരുന്നു എന്ന് അറിഞ്ഞേനെ. ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി എന്തായിരുന്നു എന്ന് ജനം അറിഞ്ഞിരുന്നേനെ. എന്നാൽ ഇന്ന് ഭീമമായ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. കോടിക്കണക്കിന് ജനങ്ങളെ സത്യം മനസ്സിലാക്കുവാൻ വിട്ടുകൊടുക്കാതെ ഈ പല ഉപദേശങ്ങളിലും സംതൃപ്തരാക്കി തൃപ്തിയടഞ്ഞ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ ജനമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഈ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ കാര്യം, ബ്ലൈൻഡ്നെസ് ഇൻ ക്രിസ്ത്യാനിറ്റി. സത്യം എന്താണെന്ന് അറിയാതെ പോയിരിക്കുന്ന ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം മനസ്സിലാക്കുവാൻ ദൈവം ജനങ്ങൾക്ക് ബുദ്ധി കൊടുക്കട്ടെ. അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഈ ഉലകത്തിൽ കാണുന്ന ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ട്. പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും ഒക്കെ കാണുന്ന ക്രിസ്ത്യാനിറ്റി. അതിനെ അങ്ങനെ റൈറ്റ് ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്ത് അങ്ങനെ ഒരു രീതിയിലാക്കിയിരിക്കുക. എന്നാൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിശ്വാസവും ഒരു ഉപദേശവും അതിൻ്റെ ഒരു പ്രത്യാശയുമുണ്ട്. അതും ഇതും തമ്മിൽ എത്രമാത്രം ഡീവിയേറ്റ് ആയിരിക്കുന്നുവെന്ന് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. നെഞ്ചും നെറ്റിയും കാണിച്ച് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്, ആകാശം ഇടിഞ്ഞ് തലയിൽ വീണാലും ഭൂമി തലകീഴായി മറിഞ്ഞാലും ഈ വചനം മാറുന്നതല്ല. അതിനുവേണ്ടി കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി, ക്രൂശിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.